നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഏങ്ങണ്ടിയൂരിൽ ആഴ്ചകളായി കുടിവെള്ളം പാഴാകുന്നു. LDF വാടാനപ്പള്ളി പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ വിവിധ യൂണിറ്റ് കൺവെൻഷനുകൾ നടന്നു. വാർത്തകൾ തുടരുന്നു. ദേശീയപാതയിൽ ഏങ്ങണ്ടിയൂർ ഏത്തായി ഭാഗത്ത് ആഴ്ചകളായി കുടിവെള്ളം പാഴായി പോകുന്നു. ഇതുകൂടാതെ ദേശീയപാതയോരത്ത് പല ഭാഗങ്ങളിലും പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴായി പോകുന്നുണ്ട്. കണ്ടിട്ടും കാണാത്ത മട്ടിലാണ് അധികൃതർ. ദേശീയപാത കരാർ കമ്പനി കുടിവെള്ള പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നുമില്ല. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയായ ഏങ്ങണ്ടിയൂരിലെ പലയിടത്തും കുടിവെള്ളം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ചില പ്രദേശങ്ങളിൽ പൈപ്പിലൂടെ കുടിവെള്ളം എത്തുന്നുണ്ടെങ്കിലും ഒരു കുടുംബത്തിന് അത്യാവശ്യമുള്ള ശുദ്ധജലം പോലും ലഭിക്കുന്നില്ല. ചേറ്റുവ പടന്ന തീരദേശ മേഖലയിൽ പല പ്രദേശത്തേക്കും കുടിവെള്ളം എത്തുന്നില്ല. തീരദേശ മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമല്ലാതെ പ്രദേശത്ത് ശുദ്ധജലം ഒട്ടും ലഭ്യമല്ലാത്ത പ്രദേശം കൂടിയാണിത്. ഏങ്ങണ്ടിയൂരിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങൾ പരിശോധിക്കണമെന്നും പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ തയ്യാറായിട്ടില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. DM പൊറ്റേക്കാട് ജന്മശതാബ്ദി വിവിധ പരിപാടികളോടെ ആചരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലാ കമ്മിറ്റിയുടെയും ഏങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ DM പൊറ്റേക്കാട് ജന്മശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി ചെറുകഥാ ശില്പശാല, അനുസ്മരണ സമ്മേളനം, ഗാനാഞ്ജലി, ചങ്ങമ്പുഴ കവിതകളുടെ നൃത്താവിഷ്കാരം എന്നിവയുണ്ടായി. ഏങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംഘാടക സമിതി ജനറൽ കൺവീനർ MA സീവു അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ NK രതിമോഹൻ, ട്രഷറർ സുബ്രഹ്മണ്യൻ തിരുമംഗലത്ത്, കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പുരോഗമന കലാസാഹിത്യ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, എഴുത്തുകാരി ശ്രീലത, VR ഷീമ, UK സുരേഷ് കുമാർ, രാജേഷ് കൊട്ടുക്കൽ, ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, മനോഹരൻ, V പേരകം, PS റഫീഖ്, KS രതീഷ്, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, KK തുളസി, ജിൻഷ, ഗംഗ, ഷീല ടോമി എന്നിവർ സംസാരിച്ചു. ഒരുപക്ഷെ നിയമത്തെക്കാട്ടും പോലെ തന്നെ അറിയപ്പെടാതെ പോയ ഒരു വ്യക്തി തന്നെ BBC എന്ന് പറയാൻ വേണ്ടി ഞാൻ പറയും. മറ്റൊന്ന്, ഈ സ്ഥലത്തിന്റെ ചരിത്രം പറഞ്ഞിട്ടുള്ള ശ്രീലത മുന്നിലുണ്ട്. ശ്രീലതയുടെ പാലക്കോഴി എന്ന് പറയുന്ന നോവലിനകത്ത് ഒരുപക്ഷെ ഈ നാട് എങ്ങനെ മാറി, എങ്ങനെ ഇന്ന് കാണുന്ന നമ്മുടെ അവസ്ഥയിൽ ഈ നാട് എത്തിച്ചേർന്നു എന്നതിനെ കുറിച്ച് സൂചനകളുണ്ട്. ഒരുപക്ഷെ അതിന് ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ നാട്ടിലെയും ഏകദേശം അതുപോലെ പ്രദേശങ്ങൾ ഉണ്ടാകുന്നു. അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. LDF വാടാനപ്പള്ളി പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. തൃത്തലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് ഉദ്ഘാടനം ചെയ്തു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. അഷറഫ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. KA വിശ്വംഭരൻ, KC പ്രസാദ്, PI സജിത, സുരേഷ് മഠത്തിൽ, VA ഷാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി അഷറഫ് വലിയകത്ത്, കൺവീനർ സുരേഷ് മഠത്തിൽ, ട്രഷറർ VA ഷാജുദ്ദീൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഈ നികുതി വരുമാനത്തിൽ നിന്നും സെസ്സിൽ നിന്നും കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ട് തരാത്തത് എന്താ? കേരളത്തോട് മാത്രം ഇത്ര അവഗണന കാണിക്കുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ് കേരള സംസ്ഥാനം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മളോട് കാണിക്കുന്ന അനീതി കേന്ദ്ര ഗവൺമെന്റ്. ഈ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരാനുള്ള കോടികൾ എത്രയാ? എല്ലാം കൂട്ടിയാൽ 1,00,000-ൽ പുറത്ത് കോടി രൂപ ഈ കേരളത്തിന് തരണം. എന്തുകൊണ്ടാണ് തരുന്നില്ല?
മറ്റ് സംസ്ഥാനങ്ങളോട് കാണിക്കാത്ത ഈ നയസമീപനം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണലൂർ ഏരിയ കണ്ടശങ്കടവ് യൂണിറ്റ് കൺവെൻഷൻ സമാപിച്ചു. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുജാത ജയേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീജി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ജിത സുനിൽകുമാർ, ട്രഷറർ ജോളി ഡെന്നി, ഏരിയ സെക്രട്ടറി ബിന്ദു ജോസ്, പ്രസിഡന്റ് ജോബി കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി സിസി ആന്റോ, ട്രഷറർ സെൽജി ഷാജു, കമ്മിറ്റി അംഗങ്ങളായ ബിന്ദു, സജിനി, സുമിത, ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു. അതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന നാം ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? ഇന്ന് കേരളത്തിൽ മറ്റൊരു ട്രേഡ് യൂണിയൻ രംഗത്തും 4 ലക്ഷത്തോളം മെമ്പർഷിപ്പ് ഉള്ള മറ്റൊരു തൊഴിൽ സംഘടന ഇല്ല. 4 ലക്ഷത്തിന് നിസ്സാര മെമ്പർഷിപ്പ് കൂടി നമുക്ക് എത്തേണ്ടു. അത് ആയി കഴിഞ്ഞു തന്നെ വേണമെങ്കിൽ പറയാം. താൽക്കാലിക മെമ്പർഷിപ്പിൽ വൻ വർധനവാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സംഘടന, തൊഴിൽ വർഗ സംഘടനയാണ്. നമ്മൾ തന്നെയാണ് നമ്മളുടെ തൊഴിൽ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ അംഗങ്ങളെ സംരക്ഷിക്കുന്നത്. 3,76,400 പേരാണ് നമ്മുടെ AKTAയിൽ കേരളത്തിൽ മൊത്തത്തിലുള്ളത്. തൃശ്ശൂർ ജില്ലയിലായിട്ട് 67,982. തളിക്കുളം വാടാനപ്പള്ളി തീരദേശ അയ്യപ്പ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ 9ാമത് ദേശവിളക്ക് മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് ഇടശ്ശേരി ബീച്ചിലെ ദേവസ്ഥാനിൽ ആചാര്യവരണം, ഭജന, കർപ്പൂരാരാധന, കലശാഭിഷേകം, അയ്യപ്പ സഹസ്രനാമ സമൂഹാർച്ചന, പ്രസാദവൂട്ട് എന്നിവ നടത്തി. വൈകിട്ട് 7 മണിക്ക് വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലം, ഉടുക്കുപാട്ട്, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെയുള്ള പാലക്കുമ്പ് എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടും തടയും തുടർന്ന് നടത്തിയ ഗുരുതിയോടുകൂടി ചടങ്ങുകൾ സമാപിച്ചു. ജാതിമത ഭേദമന്യേ നിരവധി ഭക്തർ പങ്കെടുത്തു. തീരദേശ അയ്യപ്പ സമിതി പ്രസിഡന്റ് ബാലൻ ഇത്തിക്കാട്ട്, ജനറൽ സെക്രട്ടറി UA ഉണ്ണികൃഷ്ണൻ, ട്രഷറർ ബാബു പങ്കംപുരയ്ക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ
ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് ചിറമുഖത്ത് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ 46ാമത് ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. രാവിലെ നട തുറക്കൽ, നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അഭിഷേകങ്ങൾ, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ശേഷം വൈകിട്ട് നാമജപം, ദീപാരാധന, നിറമാല എന്നിവയുണ്ടായി. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ ഭക്തിഗാനസുധ അരങ്ങേറി. തുടർന്ന് അന്തിക്കാട് ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ചെണ്ടമേളത്തിന്റെയും ശാസ്താപാട്ടിന്റെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടുകൂടി പാലക്കുമ്പ് എഴുന്നള്ളിപ്പ് അന്തിക്കാട് ചിറമുഖത്ത് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. തുടർന്ന് പ്രസാദവൂട്ടുണ്ടായി. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറി മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ഗിരീശൻ എംബ്രാന്തിരി, കണ്ണംകുളങ്ങര മഠം എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബ്രദേഴ്സ് അന്തിക്കാട് വിളക്കിന് നേതൃത്വം നൽകി. ക്ഷേത്രഭാരവാഹികളായ പ്രസിഡന്റ് എൻ ബാലഗോപാൽ, സെക്രട്ടറി എം വിജയൻ, ട്രഷറർ എം ഗിരിജ വല്ലഭൻ എന്നിവർ ദേശവിളക്ക് മഹോത്സവത്തിന് നേതൃത്വം വഹിച്ചു.
സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ ഈശോയുടെ രാജത്വ തിരുനാൾ ആഘോഷിച്ചു. വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റാലി നടത്തി. കണ്ടശാങ്കടവ് ഫൊറോന വികാരിയും തൃശൂർ അതിരൂപത വിശ്വാസ പരിശീലന മുൻ ഡയറക്ടറുമായ ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ തിരുനാൾ സന്ദേശം നൽകി. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ മാത്യു ഇരുമ്പൻ, സുനിൽ കുറ്റിക്കാടൻ, ജെയിംസ് തട്ടിൽ, ആൻഡോ ചാലിശ്ശേരി, വിശ്വാസ പരിശീലന പ്രിൻസിപ്പാൾ പോളി ജോൺസൺ, വിശ്വാസ പരിശീലന PTA പ്രസിഡന്റ് ഷേണോ തട്ടിൽ, വിശ്വാസ പരിശീലകർ, പാരന്റ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫാൻസി ഡ്രസ് മത്സരവും ഉണ്ടായി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃപ്രയാർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. വലപ്പാട് ഏങ്ങൂർ ഹാളിൽ നടന്ന കൺവെൻഷൻ AKTA ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ നേട്ടങ്ങളും TLT ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അതിന്റെ വിപണനത്തിലൂടെയുള്ള നേട്ടങ്ങളും ആവശ്യങ്ങളെയും കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പ്രീത വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഷിജി ശാസ്ത്രി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി പ്രിയാദാസൻ, ട്രഷറർ സന്ധ്യ സാഗർ, യമുന പ്രസാദ്, നിഖിത എന്നിവർ സംസാരിച്ചു. ഷാജിദയെ പ്രസിഡന്റായും മിനി ജനാർദ്ദനനെ പുതിയ സെക്രട്ടറിയായും സന്ധ്യ അനിലിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ശേഷി കൈവരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് മാറാൻ കഴിയും. ഒപ്പം നാം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിട്ടയർമെന്റ് തുക വെട്ടിക്കുറച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അംശാദായം 20 രൂപയിൽ നിന്ന് 50 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും എന്നാൽ അതനുസരിച്ച് റിട്ടയർമെന്റ് ആനുകൂല്യം 1,50,000 എന്ന് വിജ്ഞാപനം ഇറക്കുകയും ഭംഗിയായി നമ്മളെ കബളിപ്പിക്കുന്ന രീതിയിൽ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പിന്നീട് അത് പോയത്. അവിടെ ശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച് നഷ്ടമായ ആളുകൾക്ക് പൈസ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നേറാൻ കഴിയും. പക്ഷെ ഇന്നും അതിനൊരു വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലപ്പാട് യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി. വലപ്പാട് ബീച്ച് കൊടിയുമ്പുഴ ദേവസ്വം ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ അവാർഡിന് അർഹരായ കുട്ടികൾക്കുള്ള മെമന്റോയും ക്യാഷ് അവാർഡും നിയോജക മണ്ഡല ചെയർമാൻ KK ഭാഗ്യനാഥൻ വിതരണം ചെയ്തു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും യോഗത്തിൽ ആദരിച്ചു. യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ കാവുങ്ങൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് MA റിഹാസ്, വനിതാ വിംഗ് പ്രസിഡന്റ് VM സീനത്തേടമുട്ടം, യൂണിറ്റ് പ്രസിഡന്റ് PN സുജിത്, പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ, KV ബാബു, KS സുനിൽകുമാർ, ട്രഷറർ KJ ശ്രീരാജ്, സെക്രട്ടറി RA മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് PM ബഷീറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വ്യാപാരികളുടെ മക്കളുടെ വിവിധ ഇനം കലാപരിപാടികൾ അരങ്ങേറി. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഒത്തുചേർന്നുകൊണ്ട് പരസ്പരം കൂടുതൽ അടുത്തറിയാനും സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അല്പം മാനസികോല്ലാസവും അതോടൊപ്പം പങ്കിടാനും ഒക്കെയാണ് ഇത്തരം മീറ്റിങ്ങുകളുടെ ഉദ്ദേശ ലക്ഷ്യം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾ വലപ്പാട് മേഖലയിൽ 29 വർഷമായി സജീവമായി പ്രവർത്തന സജ്ജമാക്കാൻ ഇവിടെയുള്ള വ്യാപാരികൾക്ക്, മൺമറഞ്ഞു പോയ വ്യാപാരികൾക്ക്, അങ്ങനെ ഒട്ടനവധി ആളുകളുടെ നേതൃത്വം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്താണ് നമ്മുടെ ഭക്ഷണം നമ്മെ വിട്ടുപിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഷാജി സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്ത് ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കാൻ എന്നും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ
സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. തളിക്കുളം അപ്പു മാസ്റ്റർ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. അപ്പു മാസ്റ്റർ റോഡ് റെസിഡൻസ് അസോസിയേഷനും പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടന്നത്. തളിക്കുളം ബ്ലൂമിംഗ് ബഡ് സ്കൂളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു ക്യാമ്പ്. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ഡോക്ടർ സൗമ്യ, അസോസിയേഷൻ പ്രസിഡന്റ് പി കെ ഹൈദരാലി, സെക്രട്ടറി ശ്യാം, ജോയിന്റ് സെക്രട്ടറിമാരായ സുനിൽകുമാർ, നസ്രിൻ, രജീബ് ലാൽ, വൈസ് പ്രസിഡന്റ് പി എം സിദ്ദീഖ്, ഷെല്ലി സുരേഷ്, ബിജി മനോജ്, ഷെരീഫ് കെ കെ, ഷമീറ ബഷീർ, സുസ്മിത രസ്വിൻ, സ്മിത ശ്യാം, നഫീസ കുഞ്ഞുമോൻ, സാബിറ സർഫുദ്ദീൻ, നേഹ, അഞ്ജന, ഹസീന, തസ്നി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അപ്പു മാസ്റ്റർ റോഡ് റെസിഡൻസ് അസോസിയേഷനും അഹല്യയും ഫൗണ്ടേഷനും കൂടി നടത്തുന്ന നമ്മൾ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വേറൊരു ക്യാമ്പ് നടത്തിയിരുന്നു, മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു. അത് ജനറൽ ക്യാമ്പായിരുന്നു. ഇത് നമ്മൾ കണ്ണിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റെസ്പോൺസാണ് ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. വാടാനപ്പള്ളി സർഗകല അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഏങ്ങണ്ടിയൂർ ഫാദർ പോൾ ചിറ്റിലപ്പള്ളി മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടത്തിവരുന്ന 16ാമത് ജില്ലാതല ചിത്രകല ലളിത സംഗീത മത്സരങ്ങളായ ഭാവനോത്സവം 2025 സമാപിച്ചു. ഞായറാഴ്ച നടത്തിയ സമാപന സമ്മേളനം ഫാദർ സജു വടക്കേതല ഉദ്ഘാടനം ചെയ്തു. സർഗ ബിജു അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവ് വിനോദ് ശങ്കുണ്ണി, രാഗനാഥൻ വയക്കാട്ടിൽ, പ്രകാശൻ തൃശൂർ എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിലായി 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഈ കാലയളവിലൊരു അക്കാഡമിക് ആയിട്ടുള്ള ലൈനിൽ മാത്രം കുട്ടികൾ പോയാൽ മതി എന്ന് നാം ചിന്തിക്കുമ്പോൾ ഒറിജിനൽ തോട്ട് എന്ന് പറയും, ഒറിജിനൽ തിങ്കിങ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നേരെ ഓൺലൈനിൽ പോവുക, ഗൂഗിളിൽ പോവുക, ഗൂഗിൾ ചേച്ചി നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലെ ഒറിജിനൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാനിവിടെ ബിജു മാസ്റ്ററുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ്, ഇതിൻ്റെ പുറകിൽ ബിജു മാസ്റ്റർ ഞങ്ങൾക്ക് ഇവിടെ കൂടി മാസ്റ്റർ ഒരു സേവനം ഞങ്ങൾക്ക് ലഭ്യമാണ്. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാഷ് എടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറയുന്നത് എനിക്കറിയാം. അതായത് രാവും പകലും ഇല്ലാത്ത വിധത്തിൽ കുട്ടികളൊരു ഒറിജിനൽ തിങ്കിങ്, അതാണ് മാഷ് എപ്പോഴും പറയുന്നത്, ഒരു ഒറിജിനൽ തിങ്കിങ്. അവിടുന്ന് ഇവിടുന്നൊക്കെ കട എടുത്തിട്ടുള്ള പരിപാടികളല്ല വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് അത് ഗാനത്തിന് നല്ല നല്ല ഗാനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ രചനയാണെങ്കിലും അല്ലെങ്കിൽ ക്യാൻവാസ് ആണെങ്കിലും ഏതാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള വലിയൊരു ഒരു 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 ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ. ഈ കല എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ദൈവം കൊടുത്തൊരു വരദാനമാണ്. താന്യം വടക്കുമുറി മരണാനന്തര സഹായ സമിതിയുടെ 43ാമത് വാർഷിക പൊതുയോഗം ഈശ്വരി സ്മാരക ഹാൾ സമിതി ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ചു. സമിതി പ്രസിഡന്റ് രാജു കൊച്ചത്ത് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഹരി കാളിപ്പറമ്പിൽ അനുശോചനം രേഖപ്പെടുത്തി. രക്ഷാധികാരി ധർമ്മരാജൻ വേളേക്കാട്ട് സ്മരണ പുതുക്കൽ നിർവഹിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച സമിതിയിലെ അംഗങ്ങളുടെ മക്കളെ മൊമന്റോ നൽകി ആദരിച്ചു. കൂടാതെ 2022-23 SSLCക്ക് ഫുൾ A+ കരസ്ഥമാക്കിയ കൈപ്പുള്ളി കിഷോർ മകൾ ലക്ഷ്മി, പറയങ്ങാട്ടിൽ സുരേഷ് മകൾ തേജസ്, ഹയർ സെക്കൻഡറി ഫുൾ A+ ലഭിച്ച മരത്തേഴത്ത് ബിന്ദിൽ മകൾ കൃഷ്ണേന്ദു, ഞാറ്റുവെട്ടി മനോജ് മകൾ അനാമിക എന്നിവർക്ക് പുരസ്കാരവും 1000 രൂപ വീതം ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. സെക്രട്ടറി ബൈജു തെക്കിനിയടത്ത്, ഗജാഞ്ചി, വിനയൻ പൊറ്റേക്കാട്ട്, CR രമണൻ, നളിനാക്ഷൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. ചോരപ്പെട്ടി രവിച്ചേട്ടൻ, രാജേട്ടൻ, അങ്ങനെ കുറച്ച് പേർ മാത്രമേ നമ്മളോടൊപ്പമുള്ളൂ. സമിതി രൂപീകരിക്കേണ്ട ബാക്കി എല്ലാവരും ഇന്ന് നമ്മളോടൊപ്പമില്ല. എങ്കിലും ആ സമിതി ഉണ്ടാവാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി ഒന്ന് ഈ ഒരു മീറ്റിങ്ങിലെങ്കിലും വാർഷിക മീറ്റിങ്ങിലെങ്കിലും ഒന്ന് ഓർത്തില്ലെങ്കിൽ അത് മോശമായി പോകുമെന്ന് ഞാൻ സൂചിപ്പിക്കാം. അന്ന് നമ്മുടെ പല മരണ വീടുകളിലും മരിച്ചു കഴിഞ്ഞാൽ ബോഡി മറവ് ചെയ്യാനുള്ള കാശ് ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ആൾക്കാരായി നിന്ന് കടം വാങ്ങിയും പാണ്ടം പണയം വെച്ചൊക്കെ ഇത് ചെയ്യുക.
ഇത് ചെയ്യാൻ പൈസ കൊണ്ടുവന്നാൽ ഒരു വിഭാഗം ഇത് മരണം അറിയിക്കാൻ പോണവരും മറ്റും അതിൽ നിന്ന് ചൂഷണം ചെയ്ത് ബാക്കിയുള്ള കാശൊക്കെ വെച്ചിട്ടാണ് എങ്ങനെയെങ്കിലും ഈ മരണാനന്തര ചടങ്ങൊന്ന് നടത്താം. ഇത് കണ്ട് പൊറുതിമുട്ടിയ കുറച്ച് ആൾക്കാർ, നമ്മുടെ ഈ ഭാഗത്തുള്ള കുറച്ച് ആൾക്കാരെല്ലാവരും കൂടി രൂപീകരിച്ചതാണ് ഈ മരണാനന്തര സമിതി. തൃശൂർ സെൻട്രൽ സഹോദയ CBSE കലോത്സവത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം എന്നിവയിൽ 1ാം സ്ഥാനവും ഗ്രൂപ്പ് ഡാൻസിൽ A ഗ്രേഡും നേടി കാറ്റഗറി 2-ൽ കലാതിലകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭൂമി ബിനോയിയെ NCPS നേതാക്കൾ വസതിയിൽ ചെന്ന് ആദരിച്ചു. ചടങ്ങിൽ CL ജോയ്, UK ഗോപാലൻ, ധർമ്മരാജൻ പൊറ്റക്കാട്ട്, VG മോഹനൻ എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി രാജൻ ബാബു കരാട്ടുപറമ്പിലിന്റെ ചെറുമകളും വലപ്പാട് മണപ്പുറം ഗീതാ രവി പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് ഭൂമി ബിനോയ്. UDF എടതുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ചന്ദ്രാപിന്നി ചുപ്പി മാളിൽ നടന്ന കൺവെൻഷൻ AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സജയ് വയനപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ നൌഷാദ് ആറ്റുപറമ്പത്ത്, SS സിദ്ദീഖ്, K ദിലീപ് കുമാർ, അനിൽ പുളിക്കൽ, PD സജീവ്, KK രാജേന്ദ്രൻ, ഉമറുൽ ഫാറൂഖ്, EK മുഹമ്മദ് ഹാജി, അഡ്വക്കേറ്റ് ഡേവിസ് മാളിയേക്കൽ, സലീം പുറക്കുളം, TA നാസിമുദ്ദീൻ, PM സലീം തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി ഉൾപ്പെടെയുള്ള ഇടവിള കൃഷികളെല്ലാം ഇന്ന് വളരെ പ്രാരാബ്ധത്തിലാണ്. നാളികേരം സംഭരിക്കാൻ പോലും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ അവരുടെ കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളോ ഇപ്പോഴും നാളികേരം പോലും സംഭരിക്കാതെ തെങ്ങ് കൃഷിക്കാരൻ വളരെയേറെ പ്രയാസപ്പെടുകയാണ്. കർഷക തൊഴിലാളികളാണെങ്കിൽ അവർക്ക് ആവശ്യമായ ജീവിതമാർഗമില്ലാതെ വീർപ്പുമുട്ടുന്നു. ഇങ്ങനെ പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു അർദ്ധതീരദേശ പ്രദേശം കൂടിയാണ് നമ്മുടെ എടതിരുത്തി പഞ്ചായത്ത്. ഒരു പാർട്ടി 20 വർഷം ഈ പഞ്ചായത്ത് ഭരിച്ചു എന്ന് ആലോചിക്കണം. ഈ 20 വർഷക്കാലത്തിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പ്ലാൻ ഫണ്ടുകളും. വാണിജ്യം. ഹൈ പവർ പെറ്റ്ഫീൽഡ് അക്വേറിയം ഷോപ്പ് തളിക്കുളത്ത് പ്രൗഢമായ ഉദ്ഘാടനത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു. ഹൈപ്പർ ഫീഡ്സ് ഇടശ്ശേരിയുടെ 7ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഹൈപ്പർ ഫീഡ്സ് അക്വേറിയം തളിക്കുളത്ത് പുതിയ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ക്ഷീര കർഷകർക്ക് കൈത്താങ്ങായി ആട്, പശു, പോത്ത് എന്നിവയ്ക്കുള്ള തീറ്റകൾ വാങ്ങുമ്പോൾ മാസത്തിൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ധാന്യപ്പൊടി സൗജന്യമായി നൽകും. വാർഷികത്തോടനുബന്ധിച്ച് പെറ്റ് ഗ്രൂമിംഗ് വമ്പിച്ച ഡിസ്കൗണ്ട് കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തളിക്കുളം ഹൈപ്പർ ആൻഡ് ഫീഡ്സ് അക്വേറിയത്തിന്റെ ഉദ്ഘാടനം BV അമ്പലത്ത് വീട്ടിൽ നിർവഹിച്ചു. PK മുഹ്യുദ്ദീൻ സഖാഫി പ്രാർത്ഥന നിർവഹിച്ചു. നസീർ അമ്പലത്ത് വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. BV അമ്പലത്ത് വീട്ടിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഡോക്ടർ ജയകുമാർ, യൂസഫ് അമ്പലത്ത് വീട്ടിൽ, സുലൈഖ കാസിം, ഷക്കീല ഷാഹുൽ, നസീമ മുഹമ്മദ്, യൂസഫ്, സുധീർ അമ്പലത്ത് വീട്ടിൽ, ആബിദ സുധീർ, മുംതാസ് നസീർ, ലുഖ്മാനുൽ ഹക്കീം, ഫിദ ഫാത്തിമ, സൽമാനുൽ ഫാരിസ്, ബിജി ബ്രിജേഷ്, വിജി ബൈജു കുഞ്ഞൻ, അബി കുഞ്ഞൻ, ബൈജു ബ്രിജേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഹൈ പവർ പെറ്റ്സ് ആൻഡ് ഫീഡ്സിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് നമ്മളൊരു പുതിയ സംരംഭം കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമ്മളെ തളിക്കുളം ബീച്ച് റൂട്ടിൽ സ്റ്റാൻഡിയർ റൂട്ടിലാണ് നമ്മളെ സ്ഥാപനം പുതുതായി തുടങ്ങിയിട്ടുള്ളത്. ഹൈ പവർ അക്വേറിയം ആൻഡ് പെറ്റ്സ് ആൻഡ് ഫീഡ്സ് എല്ലാ ഐറ്റംസും ഹോൾസെയിലായും റീറ്റെയിലായും ഇവിടെ വിൽക്കപ്പെടുന്നതാണ്. കൂടാതെ നമ്മളെ 7ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മളെ ക്ഷീര കർഷകർക്ക് നമ്മളൊരു പുതിയൊരു ഇതുകൂടി നമ്മൾ വെക്കുന്നുണ്ട്. ഒരു പ്രോത്സാഹനം നമ്മൾ ചെയ്യുന്നുണ്ട്. മാസത്തിൽ ഒരു കസ്റ്റമർ പശുവിനായാലും പോത്തിനായാലും തീറ്റ മേടിക്കുന്നവർക്ക് നമ്മൾ നറുക്കെടുപ്പിലൂടെ അവർക്കൊരു ധാന്യത്തോട് നമ്മൾ 40 കിലോൻ്റെ ധാന്യത്തോട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നറുക്കെടുപ്പിലൂടെ
ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സന്തോഷ വാർത്ത ഞങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ എടശ്ശേരിയിൽ നമ്മളെ സ്ഥാപനത്തിൽ പെറ്റ്സ് ആൻഡ് ഗ്രൂമിംഗ് പാർലർ ഉണ്ട്, അതേപോലെ ക്ലിനിക്ക് ഉണ്ട്. നിങ്ങളെല്ലാവരുടെ സഹകരണമാണ് നമുക്ക് ഇതുവരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. നിങ്ങളെല്ലാവരും നല്ല പോലെ സഹകരിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അലങ്കാര മത്സ്യങ്ങൾ, വളർത്തുമൃഗങ്ങൾ, കാലിത്തീറ്റ, കോഴിത്തീറ്റ എന്നിവ ഇവിടെ ലഭ്യമാണ്. തളിക്കുളം ബ്ലൂമിംഗ് ബഡ് സ്കൂളിന് പടിഞ്ഞാറ് വശമാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. ഫോൺ നമ്പർ 8089848165. ഇത് നമ്മുടെ എടശ്ശേരിയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സിസ്റ്റർ കൺസേൺ ആണ്. ഇവിടെ എല്ലാവിധ തീറ്റ വസ്തുക്കളും, അതായത് നായ്ക്കൾക്കും പശുക്കൾക്കും ആടുകൾക്കും മീനുകൾക്കും ഉള്ള തീറ്റ വസ്തുക്കളും പിന്നെ വളർത്തു മീനുകളും അതുപോലെ വളർത്തുമൃഗങ്ങളും ലഭിക്കുന്നതാണ്. പിന്നെ നസീറാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. ലുക്കാണ് ഇതിൻ്റെ മാനേജർ. ലുക്ക് മിക്കവാറും ഇതിൻ്റെ എല്ലാ ആക്ടിവിറ്റിയിലും ഉണ്ടായിരിക്കുന്നതാണ്. ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ ഉന്നതിക്കും ഞാൻ പ്രത്യേകം ആശംസ നേർന്നുകൊള്ളുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഏങ്ങണ്ടിയൂരിൽ ആഴ്ചകളായി കുടിവെള്ളം പാഴാകുന്നു. LDF വാടാനപ്പള്ളി പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ വിവിധ യൂണിറ്റ് കൺവെൻഷനുകൾ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.